ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി GNM കോഴ്സ് കേരളത്തിൽ എങ്ങനെ പഠിക്കാം, അതിൻ്റെ എലിജിബിലിറ്റി എന്ത്, അതിന് എന്തൊക്കെ ക്രൈറ്റീരിയാസ് ഉണ്ട്, എപ്പോഴാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ലഭിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ബാക്കി പ്രോസസ്സുകൾ എന്നിങ്ങനെ ഒരുപാട് ക്വയറീസ് കണ്ടിന്യൂസ്ലി കിട്ടാറുണ്ട്. അതുകൊണ്ട് വളരെ ബ്രീഫായിട്ട് GNMൻ്റെ അഡ്മിഷനെ കുറിച്ച് പറയാം. ജനറൽ നഴ്സിംഗ് അതൊരു പ്രാക്ടിക്കൽ ബേസ്ഡ് നഴ്സിംഗ് കോഴ്സാണ്. 3.5 years കോഴ്സാണ്. ഇത് നമ്മൾ നഴ്സിംഗ് സ്കൂളുകളിലാണ് പഠിക്കുന്നത്. ഇത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലല്ല, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ നേരിട്ടുള്ള അണ്ടറിലാണ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് LBS വഴി ജനറൽ നഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം LBS വഴി ജനറൽ നഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിക്കുന്ന ഓൺലി SC ST റിസർവേഷൻ കാറ്റഗറിക്ക് മാത്രമാണ്. നിങ്ങൾ ഇപ്പോൾ SC ST റിസർവേഷൻ കാറ്റഗറിയിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതർ കാറ്റഗറീസിന് LBS വഴി ജനറൽ നഴ്സിങ്ങിന് പഠിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർ സ്കൂൾ ഓഫ് നഴ്സിങ്ങുകളെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഇതിന് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് ഇല്ല. ഓരോ സ്കൂളിലും ബേസ് ചെയ്താണ് ഇതിൻ്റെ അഡ്മിഷൻസ് നടക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഏത് സ്കൂൾ ഓഫ് നഴ്സിങ്ങിലാണോ പഠിക്കാൻ താല്പര്യം ആ സ്കൂൾ ഓഫ് നഴ്സിങ്ങിൻ്റെ സൈറ്റിൽ കയറി നിങ്ങൾ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ആ സ്കൂൾ ഓഫ് നഴ്സിംഗ് ആയിട്ട് നിങ്ങൾ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുമ്പോഴും ഒന്നോ രണ്ടോ അല്ല, നിങ്ങൾ 1-2 നഴ്സിംഗ് സ്കൂളുകളിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നഴ്സിംഗ് സ്കൂളിലും അതായത് ജനറൽ നഴ്സിംഗ് പഠിക്കുവാനും വളരെ റഷ് ഉള്ളതുകൊണ്ട് അഡ്മിഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് സയൻസ് ഗ്രൂപ്പ് എടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഏത് ഗ്രൂപ്പ് എടുത്ത് +2 പാസ്സായവരും 45% മാർക്കിൽ പാസ്സായവർക്കും ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. എന്നാൽ സയൻസ് ഗ്രൂപ്പിന് ഒരു ചെറിയ പ്രിഫറൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് മറ്റ് ഗ്രൂപ്പിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് GNMന് അഡ്മിഷൻ ലഭിക്കും. ജനറൽ നഴ്സിംഗിൻ്റെ ഫീസ് സ്ട്രക്ചർ കുറവാണ്. അത് ഇയർലി ഒരു <50,000 ജനറൽ നഴ്സിംഗിൻ്റെ ഫീസ് വരുന്നത്. ഓരോ സ്കൂളിലും കുറച്ചൊക്കെ ഡിഫറൻസുകൾ വരാം. പക്ഷേ ഫീസ് BScയുടെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കുറവാണ്. അതിനുശേഷം വൺസ് നിങ്ങൾ ജനറൽ നഴ്സിംഗ് പാസ്സായതിന് ശേഷം ഉള്ള ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി, ജോബ് സ്കോപ്പ് ഓഫ് നഴ്സിംഗ്, ഇതൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ജനറൽ നഴ്സിംഗ് പാസ്സായാലും നിങ്ങളൊരു സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ കേപ്പബിളാണ്, നിങ്ങളൊരു നേഴ്സ് തന്നെയാണ്. പക്ഷേ ചില രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ, US, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജനറൽ നഴ്സുമാർക്ക് നേരിട്ട് പോയി ജോലിക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവരൊരു ബ്രിഡ്ജ് കോഴ്സൊക്കെ ചെയ്ത് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതോടൊപ്പം ഗൾഫ് കൺട്രീസും ഇപ്പം ജനറൽ നഴ്സസിനെ അധികം പ്രൊമോട്ട് ചെയ്യാറില്ല. എങ്കിലും നല്ല എക്സ്പീരിയൻസ് ഒക്കെയുള്ള ജനറൽ നഴ്സസിനെ പലപ്പോഴും ഗൾഫ് കൺട്രീസും ജോലിക്ക് എടുക്കാറുണ്ട്. അതുകൊണ്ട് വൺസ് നിങ്ങൾ ജനറൽ നഴ്സിംഗ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോലിക്ക് കയറാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പോസ്റ്റ് BSc കോഴ്സ് എടുക്കുന്ന കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ സയൻസ് ഗ്രൂപ്പാണ് എടുത്തതെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലും പോസ്റ്റ് BScക്ക് പഠിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ സയൻസ് ഗ്രൂപ്പ് എടുക്കാതെയാണ് ജനറൽ നഴ്സിംഗ് പഠിച്ചതെങ്കിൽ നിങ്ങളുടെ ബേസിക്, അതായത് +2 നിങ്ങൾക്ക് സയൻസ് ഗ്രൂപ്പ് അല്ല, പക്ഷേ നിങ്ങൾ ജനറൽ നഴ്സിംഗ് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് BScക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടില്ല. നിങ്ങൾക്ക് ഔട്ട്സൈഡിൽ അഡ്മിഷൻ കിട്ടും. കേരളത്തിന് പുറത്ത് എല്ലാ സ്റ്റേറ്റിലും സയൻസ് ഗ്രൂപ്പ് വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് അവിടെയും പോയി പഠിക്കാവുന്നതാണ്.